പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വരുണിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കൺമണിയുടെ മനസ്സിൽ കൃത്യമായി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ കൺമണിയാകെ വിഷമത്തിലായിരിക്കുകയാണ്. തനിക്ക് വരുണിനെ ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിന് തനിക്ക് തയ്യാറാവാൻ സാധിക്കാത്തത്? എന്താണ് തന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? എൻ്റെ മനസ്സിൽ എന്താണ്? എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കൺമണി ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തിരികെ വീട്ടിലെത്തിയ കൃഷാകെ അവളുടെ അഹങ്കാരം എന്താണ് എന്ന് നോക്കുകയെന്ന് മനസ്സിൽ പറയുകയാണ്. ഞാൻ അവളോട് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവളാണെങ്കിൽ എന്നെ അപമാനിച്ച് എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ വെറും ഒരു വേലക്കാരി മാത്രമാണ്. എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവൾ. അവൾക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ മറുവശത്ത് അവൾ ചെയ്തത് ശരിയല്ലേ എന്നുള്ള ചോദ്യവും കൃഷിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ അവളെ ഉപയോഗിച്ച് മുതലാക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. എൻ്റെ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി അവളെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ അവൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. നല്ല ബുദ്ധിയുള്ള പെണ്ണ് തന്നെയാണ് കൺമണി എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ്. എന്നാൽ ഇതേ സമയം വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ അതീവ ഗംഭീരമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. തൻ്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി മുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഫംഗ്ഷന് പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനായി ശ്രീനിവാസൻ ശ്രമിക്കുന്നു. പക്ഷേ ശ്രീനിവാസനെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് ഗോകുലും അതുപോലെ തന്നെ മനോജും. അച്ഛൻ ജോലിയൊന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്നാൽ മതി. കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി ഞങ്ങൾ ഇവിടെയുള്ളു. അതുകൊണ്ട് തന്നെ ഇനി വേറെയൊന്നും ചെയ്യാതെ ഇരുന്നുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലേക്ക് ശ്രീനിവാസൻ പോയതിനെ തുടർന്ന് കുഴഞ്ഞു വീണിരിക്കുകയാണ് ശ്രീനിവാസൻ. അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എല്ലാവരെയും. ഉടൻ തന്നെ ശ്രീനിവാസനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള തീരുമാനവുമായി മനോജും കൂട്ടരും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ ഇതോടെ അമ്മായിമാർ പുതിയൊരു വാദവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. കൺമണിയുടെ ജാതകദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ഇനി ഒരുപക്ഷെ ശ്രീനിവാസൻ മരിക്കാൻ തന്നെ ഈ ജാതകദോഷം കാരണമാകുമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് കൺമണി. ഒരു നിമിഷത്തേക്ക് അമ്മായിമാർ പറയുന്നത് വിശ്വസിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു. ഞാൻ വിവാഹത്തിന് തയ്യാറാണ് എന്നെടുത്ത തീരുമാനമാകാം തൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയല്ലേ നല്ലത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ എത്തിച്ചതിനെ തുടർന്ന് ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ് എന്നും ബ്ലഡ് പ്രഷർ ഉയർന്നത് തന്നെയാണ് കാരണമായത് എന്ന് പറയുകയും ചെയ്യുന്ന ഡോക്ടർമാർ ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ സമയം വേണ്ടിവരും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ആദ്യമേ ഒരു മൈനർ അറ്റാക്ക് വന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഇത്തിരി ഗുരുതരമായിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അറ്റാക്കോ അച്ഛനോ അത് പോന്നു എന്ന് ചോദിച്ചിരിക്കുകയാണ് മനോജ്. ഇതോടെ ഒരു തവണ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇദ്ദേഹത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അഡ്മിറ്റ് ചെയ്തിരുന്നുവെന്നും ഇതേ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയതാണ് എന്നും പറയുന്ന ഡോക്ടർ ഒരു സർജറിക്ക് ഉടൻ തന്നെ തയ്യാറാകണമെന്നുള്ള കാര്യം ഞങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ മകൾക്കും കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ് മനോജ്. മാത്രവുമല്ല ഇതോടെ തന്നിൽ നിന്ന് കൺമണിയും അച്ഛനും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് മനോജ്. ഇതേ സമയം
മനോജിനെ ഫോൺ ചെയ്ത് അച്ഛന്റെ അവസ്ഥ എന്തായി എന്നുള്ള കാര്യം തിരക്കുന്നതിനായി തയ്യാറാവുകയാണ് കൺമണി. ഇതോടെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് കൺമണിയോട് മനോജ്. ഇങ്ങനെയൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. നീ അപ്രതീക്ഷിതമായുള്ള ഇങ്ങനെയൊരു കാര്യം എന്നോട് മറച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അച്ഛന്റെ അവസ്ഥ മാറിയേനെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കൺമണിയാകെ തകർന്നു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, നാളത്തെ ചടങ്ങുകൾ എന്താകും എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. അച്ഛന് ഈ അവസ്ഥ സംഭവിച്ചതിനെ തുടർന്ന് വിവാഹം മുടങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് അമ്മായിമാർ പറയുകയും അവളുടെ ഇപ്പോഴത്തെ സന്തോഷം നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന അവർ കൺമണിയോട് ജാതകദോഷം മൂലം തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും ഇനിയും നീ വിവാഹത്തിന്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ വളരെ മോശമാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് സാഗറിന്റെ വീട്ടിൽ ഈ വാർത്ത എത്തുന്നത്. കൺമണിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു. ഇതറിയുന്ന ക്രിഷ് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കണ്ടാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവസാനമായി കണ്ടപ്പോൾ ഞാൻ അവളോട് മോശമായി തന്നെയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ അവളെ ചെന്ന് കാണേണ്ടത് എൻ്റെ കടമ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ക്രിഷ് ഒടുവിൽ അവിടെ ചെന്ന് മനോജിനെ ചെന്ന് കാണുകയും ഇപ്പോഴത്തെ അവസ്ഥ അച്ഛൻ്റെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബെറ്ററായി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നും പക്ഷേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നും അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ കാര്യങ്ങൾ തകിടം മറിയുകയാണ്. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ക്രിഷിന്റെ മനസ്സിൽ. കൺമണിയെ ഒരു തവണ കാണണമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.